ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താങ്ക് യു ലോർഡ്. ദൈവവചനത്തിനൊക്കെയും നമുക്ക് ഗ്രഹിപ്പാനൊക്കെയും ദൈവം നൽകിയിരിക്കുന്ന സവാസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ദൈവം നമ്മൾക്ക് സങ്കേതമായ കോട്ടയായി മുൻപടയായി പിൻപടയായി കൂടിയിരുന്നു. ദൈവത്തിൻ്റെ കൃപ, ദയ, സൂക്ഷിപ്പ്, പരിപാലനം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വരെയായിട്ട് കൂടുതലായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളിപ്പോൾ കേട്ടതുപോലെ നമ്മുടെ ചെവി എന്ത് ചെയ്യണം? എനിക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണം. ഈ ചെവി എന്തിനുള്ള? കേൾക്കാൻ അല്ലേ? ദാസോ അത്ര മാത്രമേ ഉള്ളൂ? ചെവി നമുക്ക് കേൾക്കാൻ മാത്രമേ ഉള്ളൂ? പറഞ്ഞോ. ബാലൻസ്. ഓക്കെ. ചെവി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഈ ചെവി ജസ്റ്റ് ഇത് കേക്ക് മാത്രമാണ്. എന്തെങ്കിലും ഇത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരിക. അത് കേൾവിയിൽ കൂടെ നമ്മളെ ഇൻഫോം ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടുന്നു, ഒരു ആംബുലൻസ് പോകുന്നു, അല്ലെങ്കിൽ പറയുന്നു പോലീസ് ഹോണടിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഇൻഫർമേഷൻ തരിക ആ കേൾവിയിൽ കൂടെ. കണ്ണും ഒക്കെ അപ്രകാരം തന്നെയാണ്. ജസ്റ്റ് ഒരു കാഴ്ച മാത്രമല്ല, നമുക്ക് ആ ഇൻഫർമേഷൻ തരിക. ആ കാഴ്ചയിൽ കൂടെ നമുക്ക് വേണ്ടതായ ഇൻഫർമേഷൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ ദൈവത്തിൽ നിന്നും വെറുതെ ഒന്നും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ള രീതിയിൽ മാത്രമല്ല. പക്ഷെ പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനെ വിവേചിച്ചറിയുക. നീ കാണിക്കും. ദൈവം നിനക്ക് കണ്ണ് തന്നിട്ടുണ്ട്, ദൈവം നിനക്ക് ചെവിയെ തന്നിട്ടുണ്ട്. പക്ഷെ നീ തിരിച്ചറിഞ്ഞോണം. ഒരു സിമ്പിളായിട്ട് പറഞ്ഞ പോലീസ് പുറകിൽ നിന്ന് ലൈറ്റ് അടിച്ച് കാണിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ പിന്നെ എന്താ പണി കിട്ടും. നിർത്തിക്കോണം. എന്ന് വിവേചിച്ചറിഞ്ഞോണം. അതുപോലെ തന്നെ ദൈവവചനവും. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. പക്ഷെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ എടുക്കാതെ നമ്മൾ വെറുതെ ചുമ്മാതെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ തന്നെ പല രീതിയിൽ കൂടിയുള്ള ബുദ്ധിമുട്ടും അതൊക്കെ കൂടി ഒക്കെ വരാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോഴത്തേക്ക് നമ്മളതിനെ ഏറ്റെടുത്തോണം. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വചനത്തിൽ കൂടി നമ്മൾ ആദ്യമേ കേട്ടതുപോലെ വചനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് വിടുതൽ. നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയല്ല, ദൈവവചനത്തിൽ കൂടിയാണ് വിടുതൽ. വചനമാ സൗഖ്യമാക്കുന്നത്. അതല്ലേ? ദൈവവചനമാ സൗഖ്യമാക്കുന്നത്. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം നടത്തുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നടത്തുന്നത്. വചനത്തിൻ്റെ ശക്തിയാൽ ആ വിടുതല്. വചനത്താൽ സകലതും സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന ദൈവവചനം അത് നമ്മൾ അല്പം പറഞ്ഞതുപോലെ നമ്മൾ വിവേകിച്ച് എടുക്കണം. അതെന്നോടുള്ളതാണ്, അതല്ലെങ്കിൽ എൻ്റെ ഈ വിഷയത്തിലുള്ളതാണ്, അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റം അത് കൂടെ വരുത്തണം. ഞാൻ കേൾക്കുക മാത്രമല്ല, അതിൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതിൽ കൂടെ വരുത്തണം. അത് നമ്മൾ ആഗ്രഹിക്കണം. വചനത്തിൽ കൂടെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ മാത്രമേ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫ്ലാറ്റ് ടയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ടയർ മാറ്റണം. ബാക്കി ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. ഫ്ലാറ്റ് ടയർ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോ. നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലും ദൈവത്തിൻ്റെ മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഞാനിങ്ങനെ പിള്ളേരോട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. എൻ്റെക്ക് 3 മക്കളാണുള്ളത്. ഈ 3 മക്കളോട് അവരെന്നോട് ചോദിക്കത്തില്ല, ഡാഡി എന്താ വല്ലതും ഉണ്ടോയെന്നോ വല്ലതും ചോദിക്കത്തില്ല. ഓക്കെ. ആ സമയത്ത് മറ്റുള്ളവരൊക്കെ ഉണ്ട്, മീൻസ് മരുമക്കളൊക്കെ ഉണ്ട്. അവർ എന്നോട് ചോദിക്കുന്നത്
ഗോട്ട് സംതിങ്, എന്തെങ്കിലും ഉണ്ടോ, സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ? അവർക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്. മക്കളോട് നമ്മൾ അവരോട് പറയണം, അവരത് കേൾക്കാൻ റെഡിയാണ്. അപ്പോൾ അവർ സംശയം ചോദിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഞാൻ തോന്നുന്നു എൻ്റെ മകനോട് ഞാൻ അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ഇന്നെടുക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തെ അവനോട് ചോദിച്ചു, അപ്പം പിന്നെ എന്തിനാണ് ഈ യൂദായെ ദൈവം തിരഞ്ഞെടുത്തത്? യൂദായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നറിയാം, പിന്നെ എന്തിനാണ് ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തത്? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ അവിടെ നിർത്ത്, ഞാൻ പറഞ്ഞു തീരട്ടെ, അതിന് ശേഷം പിന്നെ ഞാൻ സബ്ജക്റ്റിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നു. അപ്പം എനിക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തെന്ന് തോന്നുന്നു. അപ്പം സംസാരിക്കുന്നതിനിടയ്ക്ക് അവനോട് പിന്നെ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇതൊന്നും അറിയത്തില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു റാണ്ടമായിട്ടുള്ളൊരു ആൻസർ തന്നു കഴിഞ്ഞാൽ അത് ഇനഫാകുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ഓരോ പ്ലാനും പദ്ധതികളുമാണ്, അത്രമാത്രമേ എനിക്കറിയത്തുള്ളൂ. ഓക്കെ, എന്തുകൊണ്ട് ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തു, അല്ലെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റി, ഐ ഡോണ്ട് നോ. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു, ദാവീദിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ പ്രവാചകനെ അയക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ശമൂവേൽ പ്രവാചകൻ അല്ലെങ്കിൽ നീ അവിടെ പോകാൻ പറയുന്നു, അവിടെ തൈലക്കൊമ്പുമായിട്ട് പോകാൻ പറയുന്നു. അവിടെ എന്തിനു വേണ്ടി? ശൗലിന് പകരം ഒരാളെ അഭിഷേകം ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ശമൂവേൽ ചോദിച്ചു കാണും, ആരെയാ? അവനൊരു കൺഫർമേഷൻ വേണ്ടേ? കിട്ടിയല്ലോ? ഒന്നും കിട്ടിയില്ല. നീ പോ, ഞാൻ പറയാം. അതൊന്നും നിന്റെ കാര്യമല്ല. ദൈവം പലതും ഹൈഡ് ചെയ്ത് വെക്കും. നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാതെ, അതൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. ദൈവം തക്ക സമയത്ത് അതൊക്കെ വെളിപ്പെടുത്തി തരും. അങ്ങനെ പോയ ശമൂവേലിനെ ഇശായിയുടെ 7 പുത്രന്മാരുണ്ടായിരുന്നു. എല്ലാവരും തിരഞ്ഞെടുത്തോ? ആരും തിരഞ്ഞെടുത്തില്ല. പിന്നെ വനത്തിൽ കിടക്കുന്ന ഒരുത്തനെ വിളിച്ചു വരുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ആ കറക്റ്റ് ടൈം ആയി കഴിയുമ്പോഴത്തെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും വി ഡോണ്ട് നോ, നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ദൈവത്തിന് പലതും പദ്ധതികളുണ്ട്. നമ്മുടെ ദൈവത്തിന് പല പ്ലാനുകളുമുണ്ട്. നമ്മുടെ ദൈവം ഒന്നും വെറുതെ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഉടനെ അവർ വല വിട്ടു അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്നു വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മളെല്ലാവരും പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതായ ഭാഗങ്ങൾ തന്നെയാണ്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മളവിടെ വായിച്ചത്. താങ്ക് യു ലോർഡ്. ഇവിടെ സെബദിയുടെ, അതായത് ശിഷ്യന്മാരെ സെബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്തത് അല്ലെങ്കിൽ വായിച്ചത്. താങ്ക് യു ലോർഡ്. അവരവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? വല നന്നാക്കുമായിരുന്നു കേട്ടോ. വല നന്നാക്കുക, അല്ലെ വണ്ടി നന്നാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണോ? ആണോ ജോസഫ് പാസ്റ്ററെ? അല്ല. വണ്ടി എപ്പോഴും നല്ലൊരു സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പോകുന്ന രീതി പോകാനായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് രോഗം വരാനായിട്ട് നമ്മൾ വലിയൊരു ആഗ്രഹിക്കുമോ? ആരും ആഗ്രഹിക്കാറൊന്നുമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവർക്കും എന്താ സംഭവിച്ചേക്കുന്നേ? നല്ല വലയൊക്കെ ആയിരുന്നു, എന്തോ അതിനകത്തൊരു കമ്പോ കോലോ ഐ ഡോണ്ട് നോ എന്തെങ്കിലുമൊക്കെ കയറി ഇവിടെ എന്ത് സംഭവിച്ചു?
വലയ്ക്ക് അവിടെ അല്പം കേടുപാടൊക്കെ സംഭവിക്കുക. അത് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നടക്കിൽ മുക്കുമാരുടെ ജീവിതത്തിൽ അതൊക്കെ നോർമലായിട്ട് ഉണ്ടാകാറുള്ളതായിരിക്കും. അല്ലെങ്കിൽ വണ്ടി കുറച്ച് നാളായി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുക. അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില രോഗങ്ങളും കാര്യങ്ങളൊക്കെ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഓക്കെ, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു ഈ സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും? അവർ വല നന്നാക്കുക കേട്ടോ. അവരെന്ത് ചെയ്യുക? വല നന്നാക്കുക. അവരും നമ്മളെപ്പോലെ തന്നെ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരാൾക്കാരല്ല. കാര്യം എന്ന് വെച്ചാൽ വല കേടാകാതിരുന്നിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ ഫിഷിങ്ങിന് പോകാമായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ യേശു വരണം എന്നുണ്ടെങ്കിൽ, നിന്നെ കാണണം എന്നുണ്ടെങ്കിൽ നീ അവിടെ ഇച്ചിരി നേരം ഇടയ്ക്ക് ഇരിക്കണം. നീ നടുക്കടലിലേക്കൊന്നും പോകരുത്. ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ സെബദിയുടെ മക്കളെയൊക്കെ ദൈവം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ യേശു അന്നേരം തിരഞ്ഞെടുത്തതാണെന്ന്? യേശു ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജനിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ യാക്കോബും യോഹന്നാനും ഒക്കെ ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും ഒരു ദൈവത്തിൽ എപ്പോഴും തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾക്കും നമുക്ക് മുൻകൂട്ടി അറിയുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലോ വാട്ടെവർ ദ ഏരിയ, നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഇതെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നിന്നെ മുന്നേ കണ്ടിരിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ പ്ലാന് പ്രകാരം നിന്നെ നടത്തുവാൻ വേണ്ടി, നിന്നെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം ചിലതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് അനുവദിക്കും. അതുകൊണ്ട് അവിടെ നീ പതറിപ്പോകേണ്ട ആവശ്യമില്ല. അതായത് ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ളതായ ഈ യാക്കോബും യോഹന്നാനും അവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരാരൊക്കെയുണ്ട്? അവിടെ ആരൊക്കെയുണ്ട് എന്നോട് വായിച്ചേ, താഴെ അതിൻ്റെ ആശുവാക്യം. അപ്പനുണ്ട്, കൂലിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ യാക്കോബും യോഹന്നാനും പടകിൽ, പിന്നെ യാക്കോബും യോഹന്നാനും ഉണ്ട്, അവരുടെ അപ്പനായ സെബദിയുണ്ട്, പിന്നെ ആരുണ്ട്? കൂലിക്കാരുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇവരെല്ലാം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് യേശു ആരെയാ വിളിക്കുന്നത്? യാക്കോബിനെയും യോഹന്നാനെയും, അല്ലെങ്കിൽ ഈ സെബദിയുടെ 2 മക്കളെ ദൈവം വിളിക്കുവാണ്. എന്നെ വളരെ ടച്ച് ചെയ്ത ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഈ കൂലിക്കാരെ വിളിച്ചില്ല? യേശുവിന് അറിയാവോ ഇവർ കൂലിക്കാരാണെന്നുള്ള കാര്യം? മാനുഷികമായ രീതിയിൽ അറിയാനായിട്ട് ചിലപ്പോൾ, പക്ഷേ യേശുവിനെല്ലാം അറിയാം. മാനുഷികമായ രീതിയിൽ നമ്മളല്ലെങ്കിൽ എല്ലാവരുടെ ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ അടുത്തേക്ക് ഒരു റാണ്ടമായിട്ടൊരാൾ വന്നതിന് ശേഷം അവർക്ക് എല്ലാവർക്കും നമ്മളെ അറിയാവോ? ആ ആളിന് നമ്മളെ എല്ലാവരെയും അറിയാവോ? അറിയത്തില്ല. നമ്മൾ ആരുടെ മക്കളാണ്, എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല. പക്ഷെ യേശുവിന് ഇതെല്ലാം അറിയാം. യേശു കടന്നു വന്നിട്ട് ആരെ വിളിക്കുക? ഈ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുക. കൂലിക്കാരൻ്റെ ഒരു നേച്ചർ എന്താ? കൂലിക്കാരൻ്റെ ഒരു നേച്ചർ നോട്ട് ലേസിനെസ്. അവൻ കൂലി ആവശ്യപ്പെടും. അവൻ അധ്വാനിക്കുന്നതിന് അവന് കൂലി വേണം. അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന് ഡിമാൻഡുണ്ട്. ഡിമാൻഡ് വെക്കുന്നവരാ ഇന്ന് പലരും. ആ ഒരു ലെവലിലേക്ക് ആണോ എന്നുള്ള കാര്യം ചിന്തിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് വരുമ്പം
ഈ കൂലിക്കാരൻ്റെ ലെവലിലാണോ നമ്മൾ ഇരിക്കുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. കൂലിക്കാരൻ്റെ ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നിട്ട് എനിക്കെന്ത് വേണം? എനിക്കതിന് മറുപടി വേണം. ഓക്കെ, എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കണം, എൻ്റെ വിഷയത്തിനൊക്കെ മറുപടി വേണം. അത് കൂലിക്കാരനാ. അവന് ദൈവത്തിന് ആവശ്യമില്ല. അവനെ ദൈവം വിളിച്ചിട്ടില്ല. എന്തിനു വിളിച്ചിട്ടില്ല? അവിടെ വിളിയുണ്ട്, പല രീതിയിലുള്ള വിളിയുണ്ട്. ഈ യാക്കോബിനെ യോഹന്നാനെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് വിളിച്ചേക്കുന്നേ? യേശുവിൻ്റെ ശിഷ്യനാകാനായിട്ട് വിളിച്ചിരിക്കുക. ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, യേശുവിൻ്റെ ശിഷ്യനായിട്ട് വിളിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർക്കുള്ളതായ പൊസിഷൻ എന്താ? കൂലിക്കാരനാണോ? പറഞ്ഞു എന്താണ്? കൂടെ നടക്കാൻ, അല്ലെങ്കിൽ പാർട്ട്ണറാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ആരോട് പറയുന്നു? താങ്ക് യു ലോർഡ്. പത്രോസിനോട് യേശു പറയുന്നത് എന്താ? ഞാൻ നിന്റെ കാല് കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല, അല്ലെങ്കിൽ ഓഹരിയില്ല. അപ്പൊ ആരെയാക്കാനാ ഇവിടെ വിളിച്ചേ? ഈ പത്രോസിനെയും യോഹന്നാനെ ഈ യാക്കോബിനെയും യോഹന്നാനെ വിളിച്ചേക്കുന്ന ആരെയാക്കാനായിട്ടാണ് വിളിച്ചേക്കുന്നേ? പാർട്ട്ണറാക്കാൻ വേണ്ടി, പങ്കാളിയാക്കാൻ വേണ്ടി. പങ്കാളിയാക്കാൻ വിളിച്ചവന് കൂലിയില്ല കേട്ടോ, അവൻ പാർട്ട്ണറാ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആരായിട്ടാ? പങ്കാളിയായിട്ട്. നിനക്കവിടെ ഡിമാൻഡ് ഇല്ല. നീ ഷെയർ ഹോൾഡറാ. താങ്ക് യു. നീ ജോലിക്കാരനല്ല. താങ്ക് യു ലോ. മനസ്സിലാക്കണം ഒരു ദൈവമായിട്ടല്ലേ നിന്നെ ആരാക്കിയിരിക്കുന്നു. നീ ഡിമാൻഡ് വെച്ചിട്ട് കർത്താവേ എനിക്കത് വേണം, ഇത് വേണം, അല്ലെ എൻ്റെ ആവശ്യം ഇതൊക്കെ നടക്കണം എന്നുള്ള രീതിയിലാണോ നിന്റെ പ്രാർത്ഥന? എന്നാൽ നിന്റെ ലെവൽ ഏത് ലെവലിലായിരിക്കും എന്നുള്ള കാര്യം നീ തന്നെ ചിന്തിക്കണം. യേശുവിന് അവിടെ ആരെ ആവശ്യമില്ല? കൂലിക്കാരനെ ആവശ്യമില്ല. യേശു അവിടെ കൂലിക്കാരനെ അല്ല നോക്കുന്നത്. എനിക്ക് വേണ്ടത് ആരെയാ വേണ്ടത്? പാർട്ട്ണറെ, അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിനെ എനിക്ക് ആവശ്യം. എന്നോട് കൂടെ പ്രവർത്തിക്കുന്നത്, എന്നോട് കൂടെ പങ്കാളിയാകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ദൈവം, അല്ലെങ്കിൽ യേശു അവിടെ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചോണം കേട്ടോ. നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണത്. നമ്മൾ ഏത് ലെവലിൽ കിടക്കുന്നു? എപ്പോഴും ഐ വാണ്ട് എനിക്ക് വേണം എന്നുള്ള ലെവലിലാണോ നീ നിൽക്കുന്നത്? ആ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ പൊസിഷൻ എന്താ എന്നുള്ള കാര്യം, എന്താകുന്നു എന്നുള്ള കാര്യം ഒരു ദൈവം ഇത് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. മറിച്ച് താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എന്നെ വളരെ കരയിപ്പിച്ചതായ കാര്യം കൂടിയാണ് ഇതൊക്കെ. ഞാനത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുമ്പോൾ ആ വചനമല്ല എന്നോടും കൂടെ സംസാരിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നോടും കൂടെ സംസാരിക്കുക. ഒരു ദൈവവചനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ എന്ത് സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ, നമ്മുടെ ഇന്ന വിഷയങ്ങൾ നടക്കാൻ വേണ്ടിയോ, അതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നിന്ന്? എനിക്കില്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെബദിയെ നോക്കാൻ വേണ്ടി, അല്ലെ സെബദിയുടെ കൂട്ടത്തിൽ പോയ, അല്ലെങ്കിൽ ആ ബോട്ടിലിരിക്കുന്ന ആരുണ്ടവിടെ? പെയ്ഡ് വർക്കർ. അങ്ങനെ ഇംഗ്ലീഷിൽ അവിടെ എഴുതിക്കുന്നേ, പെയ്ഡ് വർക്കർ. താങ്ക് യു ലോ. ആ പെയ്ഡ് വർക്കറെ ആയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഒരു ദൈവവചനം മനസ്സിലാക്കണം. യേശു എന്താ അവരോട് ഇന്നത് തരാം എന്ന് പറഞ്ഞാണോ ഈ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചത്? നോ, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ യേശു വിളിച്ചപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന്, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ പോകാനായിട്ട് അവർ വില്ലിങ് ആയി.
ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട് അവരെ സമർപ്പിക്കുന്ന 2 ശിഷ്യന്മാര്. താങ്ക് യു ലോർഡ്. 2 ശിഷ്യന്മാര് അവരെ പിന്നീട് ആരാക്കുന്നു? പാർട്ട്ണർ, ഷെയർ ഹോൾഡർ ആക്കുക. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി അവരുടെ മേൽ പകരുക. അഭിഷേകത്തിൻ്റെ ശക്തി പകർന്നതിന് ഒരു ഉദാഹരണം നമുക്കൊന്ന് വായിക്കാം. താങ്ക് യു ലോർഡ്. അത് യേശു ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തി തോന്നുന്നു, അപ്പോസ്തല പ്രവൃത്തി 12:2. Luke chapter 9:54. Luke chapter 9:54. Thank you, Lord. അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. മതി. Thank you, Lord. ഈ പടകിലിരുന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പടകിലിരുന്ന് വല അല്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി അവരുടെ വല അല്ലെങ്കിൽ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഈ 2 ശിഷ്യന്മാർ, യാക്കോബും യോഹന്നാനും, യേശു വിളിച്ചതനുസരിച്ച് യേശുവിൻ്റെ പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിവിടെ എന്താ പറയുന്നത്? ഏലിയാവ്. ഞങ്ങൾ അതിൻ്റെ പോയിന്റ് കണ്ടൻസ് ഇവിടെയാണ്. ഞങ്ങൾ പറയട്ടെ. എന്താണ് പറഞ്ഞേക്കുന്നത്? ആകാശത്ത് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയട്ടെ. ആകാശത്തുനിന്നും തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയട്ടെ. അപ്പൊ അവർക്ക് അധികാരമുണ്ടോ? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ള കാര്യം ഈ യാക്കോബിനും യോഹന്നാനും അറിയാം. താങ്ക് യു ലോർഡ്. അപ്പം അവരുടെ കൂലിക്കാരായോ? ഒരു ദൈവ പൈതലിന്റെ അധികാരം തിരിച്ചറിഞ്ഞോണം. ഒരു സമയത്ത് വലയൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ട് നടന്ന ആൾക്കാരാ. താങ്ക് യു ലോർഡ്. യേശുവിനോട് കൂടെ ചേർന്ന്, യേശുവിൻ്റെ കൂടെ നിന്ന്, താങ്ക് യു ലോർഡ്, യേശുവിൻ്റെ പങ്കാളിയായി അവരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർ പറയുക യേശുവിനോട്, ഞങ്ങൾ പറയട്ടെ എന്ന്. ഞങ്ങൾ പറഞ്ഞാൽ നടക്കും. പക്ഷെ യേശു അവിടെ ബ്ലോക്ക് ചെയ്യുക. അത്ര ഒന്നും പോകണ്ട. താങ്ക് യു ലോർഡ്. എങ്കിലും ഞാനൊരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണ്? അവർക്ക് അധികാരം കിട്ടി. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതായ അൺകണ്ടീഷനായിട്ട് ഒരു ഡിമാൻഡും അവർ വെച്ചില്ല. ഒരു ഡിമാൻഡും അവർ വെക്കാതെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഈ യാക്കോബിനും യോഹന്നാനും എന്ത് ലഭിച്ചു? താങ്ക് യു ലോർഡ്. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാനായിട്ടുള്ള അധികാരം വരെ ദൈവം കൊടുത്തു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതാണ് മനസ്സിലാക്കേണ്ടത്. കൂലിക്കാരൻ എന്ത് ചോദിക്കും? കൂലി ചോദിക്കും. താങ്ക് യു ലോർഡ്. ഇവിടെ ഈ യാക്കോബും യോഹന്നാനും വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. നീ പാർട്ണറാ. ദൈവം ചെയ്യുന്നത് അല്ല, ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകലൊന്നും ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്ന്. തീയിറക്കണോ? എന്ത് അവിടെ പറഞ്ഞെന്താ? ഏലിയാവ് തീയിറക്കിയതുപോലെ ഞങ്ങൾ തീയിറക്കണോ? സാധിക്കും. ഞങ്ങൾക്ക് സാധിക്കും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ അധികാരം അവർക്ക് കിട്ടി. ഒരു ദൈവവചനമുള്ള അധികാരമാണ്. നമ്മൾ തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. നീ പെയ്ഡ് വർക്കറിന്റെ ലെവലിൽ കിടക്കരുത്. എന്നും നീ പെയ്ഡ് വർക്കറിന്റെ ലെവലിൽ, കർത്താവേ അല്ല ഞാൻ ചെയ്തതിന്റെ എനിക്ക് ഈ കൂലി വേണം. നോ, ആ ലെവലിലേക്കല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആ ലെവലിൽ നിൽക്കാനായിട്ടല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ തേടി യേശു വരുന്നുണ്ടെങ്കിൽ പാർട്ട്ണറാക്കാൻ വേണ്ടിയാ, ഷെയർ ഹോൾഡർ ആക്കാൻ വേണ്ടിയാ. അത് തിരിച്ചറിഞ്ഞോണം. അത് തിരിച്ചറിഞ്ഞാൽ
ദൈവം നിന്റെ ലെവലും മാറ്റും. ദൈവത്തിനുള്ളത് സ്വർഗരാജ്യത്തിന്റെ, പത്രോസിനോട് പോലെ സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ് തരുന്നത്. അവന് സകലതും സാധിക്കും. താങ്ക് യു ലോർഡ്. അവന് സകലതും ഉറപ്പാ. ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഞാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ, അതല്ലേ ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും പറയുന്നേ, അവരൊരു വാക്ക് പറഞ്ഞാൽ താങ്ക് യു അതുപോലെ നടക്കുമെന്ന്. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നേ? ഞാൻ പറഞ്ഞാൽ തീ ഇറങ്ങുമെന്ന്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അത്രമാത്രമുള്ളത് അധികാരം സാധാരണ മനുഷ്യന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. യേശു അതിൻ്റെ അഭിഷേകത്തിന്റെ ശക്തി അവരിലേക്ക് പകർന്നു. ഹല്ലേലൂയ. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു? അവർ പിന്നെ അവരുടെ ജീവിതത്തിൽ പകർന്നില്ല. ഈ ശിഷ്യന്മാരില്, യേശുവിൻ്റെ ശിഷ്യന്മാരില് ആരാണ് ഏറ്റവും ആദ്യമേ രക്തസാക്ഷിയായിട്ട് മാറുന്നത്? യാക്കോബ്. ജീവനെ കൊടുക്കുവാൻ വേണ്ടി വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു യാക്കോബ്. താങ്ക് യു ലോർഡ്. സകല അധികാരങ്ങളും ഉണ്ടായിട്ടും ആ യേശു ആരെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം തൻ്റെ ജീവനെ പോലും വലുതായിട്ട് അല്ലെങ്കിൽ വിലപ്പെട്ടതായിട്ട് കാണാതെ അതുപോലും ദൈവത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, യേശുവിന് വേണ്ടി കൊടുക്കുവാൻ. താങ്ക് യു ലോർഡ്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യാക്കോബിനെയാണ് അവിടെ കാണുന്നത്. അത് മാത്രമോ? പിന്നീട് ഒന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ രണ്ട് സഹോദരന്മാർ, ഈ യാക്കോബും യോഹന്നാനും, അവർ ഒരപ്പൻ്റെ മക്കളാ. യാക്കോബിനെ എന്ത് ചെയ്തു? വാൾ കൊണ്ട് കൊന്നു. ഈ യോഹന്നാൻ അവിടെ പിന്മാറുന്നുണ്ടോ? നോ. താങ്ക് യു ലോർഡ്. സ്വന്തം സഹോദരനെ വാൾ കൊണ്ട് ശത്രു കൊന്നതിന് ശേഷം യോഹന്നാൻ പിന്മാറുന്നില്ല. യോഹന്നാൻ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. പിന്മാറാത്ത ഒരു യോഹന്നാൻ എവിടെ കാണാം? താങ്ക് യു ലോർഡ്. ഞാനിവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. പിന്മാറാത്ത ഒരു യോഹന്നാനെ പിന്നീട് ഏറ്റവും ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഒടുവിലായിട്ട് മരിക്കുന്ന ആരാ? ഈ കൊല്ലപ്പെടുന്ന ആരാ? ഈ യോഹന്നാൻ. ഈ യോഹന്നാനും തൻ്റെ ജീവിതം ആ വിലപ്പെട്ടതായ ആ വിശ്വാസത്തിന് വേണ്ടി ത്യജിക്കുന്നു. യോഹന്നാൻ തൻ്റെ ജീവിതം ഏറ്റവും ഒടുവിലായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. അതാണ് പെയ്ഡ് വർക്കറും അതല്ലെങ്കിൽ ഒരു പാർട്ട്ണറും തമ്മിലുള്ള വ്യത്യാസം. യേശു പെയ്ഡ് വർക്കറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുമോ? താങ്ക് യു. ഒരു കൂലിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമോ? അവൻ ഓടും. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ അവൻ ചെയ്യും? പിറുപിറുക്കും. അവൻ ഓടും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വിശ്വസനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ യാക്കോബും യോഹന്നാനും അവരോട് ഓടുവാണോ? നോ. അവരുടെ ജീവൻ പോലും യേശുവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് വില്ലിംഗ് ആയിട്ട് നിന്നായ ഈ യാക്കോബിനെ, ഈ യോഹന്നാനെ അവിടെ കാണാൻ പറ്റും. താങ്ക് യു ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വഴിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഉന്നത വിളിയാ നമ്മെ വിളിച്ചു. താങ്ക് യു ലോർഡ്. നമ്മൾ ചോദിക്കുന്നതിലോ നനച്ചതിലോ അല്ല. യാക്കോബും യോഹന്നാനും ചോദിച്ചതല്ല, അവരാഗ്രഹിച്ചതല്ല. ഉന്നത വിളിയാൽ. ഹല്ലേലൂയ. അവരെ വിളിച്ചു, നമ്മളെയും വിളിച്ചു. താങ്ക് യു ലോർഡ്. നമ്മൾ ചോദിച്ചതോ നമ്മൾ നനച്ചതോ അല്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ വിളിച്ചവന്റെ വിളിയെ നമ്മൾ മാനിച്ചോണം. ആ ദൈവത്തിന്റെ പാർട്ട്ണർമാരാക്കി ദൈവം നമ്മളെ മാറ്റി. ഹല്ലേലൂയ. ആ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി നമ്മളെ മാറ്റി. താങ്ക് യു ലോർഡ്. ആ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ മാറരുത്. പ്രതികൂലം വരുമ്പോൾ പെറുപെറുക്കരുത്. യാക്കോബിനെ പോലെ, ഈ യോഹന്നാനെ പോലെ താങ്ക് യു ലോർഡ്, നമ്മൾ ഉറപ്പുള്ളവരായി നിൽക്കണം. ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായി നിന്നാൽ താങ്ക് യു ലോർഡ്, ദൈവം നമ്മളെയും മാനിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.